നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാൻ ഇന്നൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുഞ്ഞു ബോട്ടിലുകളിൽ ആക്രിലിക് കോൺ വെച്ചിട്ട് എങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഈ ബോട്ടിലിൽ ഞാൻ ആദ്യമേ 3 കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫെവിഗ്രിലിൻ്റെ ആക്രിലിക് പെയിൻറ്റ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറും റസ്റ്റ് കളറുമാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3 കോട്ട് ഞാൻ അടിച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അതിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാനത് ഉണങ്ങാൻ വെച്ചു. അപ്പോൾ ബോട്ടിൽ നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ആക്രിലിക് കോൺ വെച്ചിട്ട് അതിൽ ഡിസൈൻ ചെയ്യുന്നത്. ഈ ബോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മിക്ക വീടുകളിലും ഉണ്ടാവും. കാരണം ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഉപ്പും കുരുമുളകും ഇട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കും. കുറച്ച് ദിവസമൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഉപ്പൊന്നും അതിൽ നിന്ന് വരില്ല. പിന്നെ നമ്മളത് മെല്ലെ സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അതധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ആക്രിലിക് കോൺ വെച്ചിട്ടാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. ഈ ആക്രിലിക് കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിതിൽ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ആക്രിലിക് കോൺ ആണെങ്കിൽ നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടുന്ന പോലെ തന്നെ നല്ല ഭംഗിയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പെൻസിൽ കൊണ്ട് ഈ ബോട്ടിലിൻ്റെ മേലെ ഒരു ഡിസൈൻ വരച്ചിട്ട് ഈ കോൺ വെച്ചിട്ട് നമുക്ക് അതിൽ കൂടെ വരച്ചെടുക്കുകയും ചെയ്യാം. ഒരു ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ്, വരച്ചെടുക്കുന്നതിനേക്കാളും ഈസിയാണ് ആക്രിലിക് കോൺ വെച്ചിട്ട് ചെയ്യാൻ. എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾക്ക്, ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ടും ഈസിയാണ് ഈ ആക്രിലിക് കോൺ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ബോട്ടിലിൻ്റെ മേലെ എന്നല്ല, നമുക്ക് ഗ്ലാസ് പേപ്പറിൻ്റെ മേലെ, ഗ്ലാസിൻ്റെ മേലെ, അങ്ങനെ എവിടെ വേണമെങ്കിലും, അതേപോലെ ക്യാൻവാസിൽ ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കുഞ്ഞ് മാത്രമേ ഇതിൽ വരച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ വരച്ചു കൊടുക്കാം. കുഞ്ഞു ബോട്ടിലുകളിലൊക്കെ നമുക്ക് പെയിൻറ്റിങ് ബ്രഷൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പം എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അത് ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ബ്രഷ് ഒന്നും ഇങ്ങോട്ട് നീങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ പെയിൻറ്റ് വല്ലാതെ ഒന്ന് പരന്നിട്ടൊക്കെ കാണും. പക്ഷേ ഈ ആക്രിലിക് കോൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയൊന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ വരയ്ക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ നമ്മളൊന്ന് വരച്ചിട്ടും കൂടെ ഒരു പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയും കൂടെ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 ഡിസൈൻസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലത്തെ കുഞ്ഞു കുപ്പികളും കുഞ്ഞു ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടാകും. അത് പ്ലാസ്റ്റിക് ബോട്ടിലായിക്കോട്ടെ, ഗ്ലാസ് ബോട്ടിലായിക്കോട്ടെ, ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ബോട്ടിലിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ ഡിസൈൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അല്ലാതെ പ്ലെയിൻ ഗ്ലാസ്സിൽ വേണമെങ്കിലും അത് അതിന് പ്രത്യേകിച്ച് പെയിൻറ്റ് ചെയ്ത് കോട്ട് ചെയ്യൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ് ബോട്ടിൽ മാത്രമാകുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് കണ്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഡിസൈൻ കൊടുത്തത്. അല്ലാതെ നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സിലും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്ത ഈ കുഞ്ഞ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇങ്ങനെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ബോട്ടിലിൻ്റെ മേലെ വൂളൻ നൂല് വെച്ചിട്ട് രണ്ട് സൈഡിലും കോർത്ത് അറ്റം കെട്ടി വെച്ച് അതൊന്ന് ആ ബോട്ടിലിൻ്റെ മേൽഭാഗത്തൊന്ന് കെട്ടിക്കൊടുത്തു. അതേപോലെ നമുക്ക് എന്തെങ്കിലും ലേസ് വെച്ച് കൊടുക്കുകയോ അങ്ങനെ മുത്തൊട്ടിച്ച് കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൂടുതൽ ഭംഗിയാക്കണമെങ്കിൽ കൂടുതൽ ഭംഗിയാക്കുകയും ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.